ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദയ്ക്ക് കാലിന് ഇപ്പൊ കുറച്ച് സുഖമായിട്ടുണ്ട്. എന്നാലും നടക്കാൻ വല്ലാണ്ട് അങ്ങ് പറ്റുന്നൊന്നുമില്ല കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കാവേ. അങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴായിരിക്കും മാഷ് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. കമല പോയതറിയാതെ അവിടെ കഴിക്കാൻ വന്നിരുന്നത് കമല എന്ന് വിളിക്കുക. പെട്ടെന്നായിരിക്കും പോയല്ലോ എന്നുള്ളത് ഓർക്കുന്നത്. ഇത് വേദ കേൾക്കുന്നുണ്ട്. അതിനുശേഷം മാഷ് അവിടെ നിന്ന് ശ്രീജയ് ഇത് കേട്ട് വേദ അങ്ങോട്ട് വരും. ശ്രീജയുടെ ശ്രീചേർത്തിക്ക് തലവേദന എന്ന് പറഞ്ഞ് കിടന്നു. നന്ദിനിച്ചി കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഞാൻ വിളമ്പി തരട്ടെ. മാഷ് മൂളും. അങ്ങനെ വേദ കാലിന് വയ്യ എങ്കിലും പതിയെ നടന്ന് ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് മാഷിനോട് വിളമ്പട്ടെന്ന് ചോദിച്ച് വിളമ്പി കൊടുക്കണേ. വേദയ്ക്കാണെങ്കിൽ ഇതില് ഭയങ്കര സന്തോഷമുണ്ട്. മാഷയ്ക്കും കാലുവേദന എങ്ങനെയുണ്ട്? അതിപ്പോ കുറവുണ്ടച്ചാ. അച്ഛൻ തന്ന തൈലം തേച്ച് കഴിഞ്ഞപ്പോ തന്നെ നല്ല മാറ്റമുണ്ട്. അല്ല ഭക്ഷണം ഞാൻ ശ്രീചേർത്തിയുടെ കൂടെ കഴിച്ചോളാം. അങ്ങനെ വേദ മാഷ കൂടെ തന്നെ നിന്ന് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് ചോദിച്ചു കൊടുക്കണേ. പെട്ടെന്ന് മാഷിനെ തരിപ്പ് പോകുമ്പോ വേദയ്ക്ക് തലയിങ്ങനെ തട്ടി കൊടുക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ട്. എങ്കിലും അങ്ങ് ചെയ്തു കൊടുക്കും. മാഷ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ശ്രീചേർത്തി ഈ കാഴ്ച കണ്ട് അങ്ങോട്ട് വരുന്നത്. വേദ ഇങ്ങനെ അച്ഛനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ ശ്രീചേർത്തിക്കും സന്തോഷവും. മാഷ് ഇങ്ങനെ വേദയെ നോക്കി ചിരിക്കുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് അമ്മയും മുത്തശ്ശിയും അച്ഛമ്മയും കൂടെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കണേ. അങ്ങനെ പ്രാർത്ഥന കഴിയുമ്പോ അമ്മ പറയും, അമ്മ എന്നെ വിളിപ്പിച്ചത് എന്തോ കാര്യം പറയാൻ വേണ്ടിട്ടാ, അല്ലാതെ കുളിച്ചു തൊഴാൻ വേണ്ടിട്ടല്ല. എന്താ അമ്മേ കാര്യം? അപ്പോ അച്ഛമ്മ പറയും, നീ ഞാൻ വായിക്കുന്നത് കേട്ടോ, രാമായണ മാസം ആയതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സീതാ സ്വയംവരമാണ് വായിക്കുന്നത്. ഇപ്പോഴും സ്വയംവരം മാത്രമേ കഴിഞ്ഞുള്ളൂ. നീ എന്തൊക്കെയാണ് ശ്രീരാമനും സീതയ്ക്കും നേരിടാനുള്ളതെന്ന് അറിയില്ലേ? വനവാസം, സീതാപഹരണം, ലങ്കാപ്രവേശം, യുദ്ധം, അഗ്നി പരീക്ഷ, അവസാനം ഭൂമി പിളർന്നാണ് അപ്രത്യക്ഷയായത്. അത് ശരിക്കും പെണ്ണുങ്ങളുടെ വിധിയെക്കുറിച്ചുള്ള കാവ്യം തന്നെയാണ്. രാമായണം ശരിക്കും സീതായനാണെന്ന് പറയുന്നത് അതുകൊണ്ടാ. അങ്ങനെ ഓരോരോ രാമായണത്തിന്റെ ഭാഗങ്ങളും കഥകളും മുത്തശ്ശി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. ഞാനിപ്പോ എന്തിനാ അതൊക്കെ പറയുന്നതെന്നായിരിക്കും നീ ചിന്തിക്കുന്നതല്ലേ? കമല പറയും, അമ്മ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എനിക്കറിയാം. ഓരോ വീടുകളിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. അത് മാറ്റാൻ ചിലപ്പോ ഇങ്ങനെയുള്ള പൂജയ്ക്കും പറ്റും. അമ്മ എന്താ ഉദ്ദേശിച്ചത്? സുധാകരനിപ്പോ വേദയുടെ പഴയതുപോലെയല്ല. ചെറുതായിട്ട് അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ വേദയുടെ വീട്ടുകാർക്ക് അങ്ങനെയല്ല. അവളുടെ അച്ഛനും ഏട്ടനും ഇപ്പോഴും അടുപ്പമില്ലല്ലോ. അത് മാറണം. രണ്ടു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായാൽ അതിന്റെ പ്രതിഫലനം അവരുടെ ജീവിതത്തിലുണ്ടാവും. കമലയ്ക്കും അതിനിപ്പോ എന്ത് പൂജ വേണമെന്ന് അമ്മ പറയുന്നത്? പൂജ ഒരു ഉപായാണ് കമല. അതെന്തിനാണെന്ന് നമ്മുടെ മനസ്സാ പറയുന്നത്. കമല പറയും, എനിക്ക് ഇപ്പോഴും എന്താ വേണ്ടതെന്ന് അങ്ങ് മനസ്സിലായില്ല. അച്ഛമ്മ ചിരിച്ചുകൊണ്ട്, വാ നമുക്ക് തിരുമേനിയെ കാണാം. തിരുമേനി പറയും കാര്യങ്ങള് എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാണേ. തിരുമേനി പൂജ ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെ തിരുമേനിയുടെ അടുത്തെത്തുമ്പോ കമലയെ ആദ്യമായിട്ട് കാണാൻ തോന്നുന്നു. ഇങ്ങനെ സംസാരിക്കണേ, വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടെ. പിന്നെ മകൻ വിക്രമിന്റെയും ഭാര്യയുടെയും പേരും നാള് വെച്ച് ഞാൻ നോക്കിയിരുന്നു. ചില്ലറ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. അതിന് പ്രതിവിധി തിരുമേനി? പ്രതിവിധി എന്ന് പറയുമ്പോ ഞാൻ അമ്മയുടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമന്റെയും സീതാദേവിയുടെയും ഒരു വിഗ്രഹം പൂജിച്ച് ഞാൻ തന്നെ. അതൊരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വെച്ച് ആ കുട്ടികൾ പൂജിച്ചു പ്രാർത്ഥിക്കട്ടെ. അടുത്ത ദിവസം പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും അത് നടക്കട്ടെ. അത് കേൾക്കുമ്പോ കമല ആകെ ഞെട്ടും. അങ്ങനെ അതിനുശേഷം അത് ഇവിടെ കൊണ്ടുവന്ന് നടയിൽ വെച്ച് പ്രാർത്ഥിച്ചോളൂ. എല്ലാ മാസവും ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ വന്നു തൊഴാൻ കുട്ടികളോട് പറയണം. കാര്യങ്ങൾ ശരിയാവുമെന്ന് നോക്കാം. നടയിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് തിരുമേനി എടുത്ത് പോകും. കമലയ്ക്കാണെങ്കില് ഇതിലിപ്പോ വേദയുടെ വീട്ടിൽ പോയി ചെയ്യണമെന്ന് പറഞ്ഞത് അത് കേട്ടിട്ടങ്ങ് ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയാതെ അങ്ങനെ നിൽക്കുമ്പോ, വാ നമുക്ക് തൊഴാം എന്ന് പറഞ്ഞ് അച്ഛമ്മ കൂട്ടിക്കൊണ്ട് പോവാ. അങ്ങനെ തിരുമേനി ആ പൂജിച്ച വിഗ്രഹം കൊണ്ടുവന്ന് നടയിൽ വെക്കണേ. എടുത്തോളൂ. അങ്ങനെ പ്രസാദൊക്കെ കൊടുത്തതിനു ശേഷം അതെടുക്കാൻ പറയുമ്പോ കമല നന്നായി പ്രാർത്ഥിച്ചതെടുക്കും. എല്ലാ ദിവസവും ജന്മനക്ഷത്രം വരുന്ന ദിവസമെങ്കിലും കുട്ടികളോട് പോയി തൊഴുതു വരാൻ പറയണം. ഇവിടെ തന്നെ വേണമെന്നില്ല, ഏത് ക്ഷേത്രത്തിലായാലും മതി. സന്തോഷത്തോടു കൂടി ചേർന്നിരിക്കുന്ന നിമിഷത്തിന്റെ ദൈർഘ്യം കൂടുമ്പോ മനസ്സിന് ചർച്ചയും കൂടും. എന്നാ ശരി എന്ന് പറഞ്ഞ് തിരുമേനി പോകും. ശേഷം പിന്നീട് അവര് പുറത്തിറങ്ങി കഴിഞ്ഞാലേ അമ്മയ്ക്കും വിക്രം വേദയെ കൂട്ടി അങ്ങോട്ട് പോയി നിൽക്കും. അമ്മേ അച്ഛമ്മ പറയും, അവര് മാത്രല്ല നമ്മളും പോയി നിൽക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ കമല ഞെട്ടും. നമ്മളോ? നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി. ഞാൻ വേദയുടെ മുത്തശ്ശി സാവിത്രിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവര് വേദയും വിക്രമിനെയും കൂട്ടിക്കൊണ്ടു പോവാൻ വീട്ടിലേക്ക് വരും. നമ്മൾ അവരോടൊപ്പം അവിടെ പോയി അവരെ അവിടെയാക്കി തിരിച്ചു വരുന്നു. അമ്മയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക. അല്ല നമ്മളെന്ന് പറയുമ്പോ ഞാനും നീയും നിന്റെ കെട്ടിയാനും. കമലയ്ക്ക് മാഷ് വരും. അമ്മേ അവൻ വരും, നമുക്ക് വരുത്താം, നീ വന്നേ എന്ന് പറഞ്ഞേ ഇവര് വീട്ടിലേക്ക് പോവാണേ. മാഷാണെങ്കിൽ പത്രം വായിച്ച് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോഴായിരിക്കും ഇവര് കാറിൽ വന്ന് ഇറങ്ങുന്നത്. വന്നു കയറിയാലേ, മാഷേ രാമായണം വായനയൊക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നോ?
ഇതൊക്കെ ചോദിക്കുമ്പോ അച്ഛമ്മ രാമായണ മാസം മാത്രം വായിച്ചാ പോരാ, അത് എപ്പോഴും വേണമെങ്കിലും വായിക്കാന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ മാഷി പറയും അകത്തിരുന്നാവാം, നിന്ന കാലിൽ നിക്കണ്ട. ആ കമലെ എവിടെ വേദമോള്? അപ്പോഴേക്കും ഞാനിവിടെ ഉണ്ട് അച്ഛമ്മേ എന്ന് പറഞ്ഞിട്ട് വേദയും ശ്രീജയും നന്ദിനിയൊക്കെ വരികയാണേ. നീയും വാ സുധാകര. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞാ നന്ദിനി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ അച്ഛമ്മേ. ഇല്ല നന്ദിനി, ഇനി പ്രാർത്ഥന വീട്ടിലാ. വിക്രമും വേദയും രാമനും സീതയും പോലെ ഇനിയുള്ള കാലം ഈ വീട്ടിൽ കഴിയണം. അതിന് അവര് മാത്രം വിചാരിച്ചാ പോരാ, വീട്ടിലുള്ളവരുടെ മനസ്സും അതിനോടൊപ്പം വേണം. എന്ന് വെച്ചാ എങ്ങനെ നന്ദിനി വയ്ക്കുമ്പോ അതെ, രാമനെയും സീതയെയും വീട്ടിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി കാട്ടിലേക്ക് അയക്കാൻ കഷ്ടപ്പെടുന്ന ചിലരുണ്ടല്ലോ, അവരുടെ മനസ്സും മാറ്റണമെന്ന് സാരം. ഇത് കേൾക്കുമ്പോ തന്നെ നന്ദിനിക്ക് ഉദ്ദേശിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും ചിരി വരും. നന്ദിനിക്കും എന്നെയാണോ അച്ഛമ്മ ഉദ്ദേശിച്ചത്? കമലെ അതെടുക്ക്. അങ്ങനെ കമല പൂജിച്ചതൊക്കെ എടുക്കുമ്പോ മാഷു പറയും എന്തൊക്കെയത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല മാഷെ, ഇത് തറവാട്ടമ്പലത്തിൽ നിന്ന് അമ്മയ്ക്ക് കൊടുത്തു വിട്ടതാ. ഒരു ദിവസം ഇത് ഇവിടെ വെച്ച് വേദയും വിക്രമും പ്രാർത്ഥിക്കണം. അടുത്ത ദിവസം വേദയുടെ വീട്ടിൽ വെച്ചും പ്രാർത്ഥിക്കണം. മൂന്നാം ദിവസം തിരിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയും വേണം. ഇത് കേൾക്കുമ്പോ വേദയുടെ വീട്ടിൽ പോയി ചെയ്യണമെന്ന് പറഞ്ഞു നിൽക്കുമ്പോ എല്ലാരും ഞെട്ടലോടെ നിൽക്കുമ്പോ മുത്തശ്ശി പറയും ഇവരുടെ വിവാഹത്തിലുണ്ടായ എല്ലാ തടസ്സങ്ങളും അതുമൂലം ഇരു വീട്ടുകാർക്കും ഇടയിലുണ്ടായ വൈഷമ്യങ്ങളും മാറാൻ ഈശ്വരനോടൊരു ചെറു പ്രാർത്ഥന. അത്രയേ ഉള്ളൂ. മാഷിനിപ്പോഴും അങ്ങ് വ്യക്തമായിട്ടില്ല എന്നല്ല, ഇത് എങ്ങനെ വേദയുടെ വീട്ടിൽ വെച്ച് നടക്കും അറിയാതെ നിൽക്കുക. അത് വേദയ്ക്ക് കൊടുക്ക്. അങ്ങനെ വേദ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ആ വിഗ്രഹം വാങ്ങിക്കണേ. ഇനി ഇത് പ്രാർത്ഥന റൂമിൽ വെച്ചോളൂ. അങ്ങനെ വേദ ഇത് വെക്കണേ. മാഷോയ്ക്കും ഇനി ഇതുകൊണ്ട് വേദയുടെ വീട്ടിലേക്ക് പോണോ? അച്ഛൻ പറയും അതെ, ഞാൻ സാവിത്രിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നാളെ സാവിത്രിയും പത്മവും ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. നമ്മളും കൂടെ അവരെ അവിടെ കൊണ്ടുപോയി ആക്കണമെന്ന് മാത്രം. അത് കേൾക്കുമ്പോൾ മാഷോയ്ക്കും നമ്മളോ? അതെ, നമ്മൾ തന്നെ. എന്ന് വെച്ചാൽ നീയും കമലയും ഞാനും ചേർന്ന്. മാഷ അപ്പത്തിനെ പറയും ഞാനൊന്നുമില്ല. കമല പറയും അവരെ ഒന്ന് വിളിച്ചാ പോകാതിരിക്കാൻ പറ്റുമോ മാഷെ? മാഷ് പറയും മനസ്സുകൊണ്ട് തോന്നിയിട്ട് വിളിക്കുന്നതല്ലല്ലോ, നീയും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത് വിളിപ്പിക്കുന്നതല്ലേ. അച്ഛൻ പറയും ഈശ്വര സന്നിധിയിൽ നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അതനുസരിച്ചല്ലേ പറ്റൂ. ഇത്തരം കാര്യങ്ങളെ നിന്റെ മകൻ അനുസരിപ്പിക്കാനാ പാടെന്നാ ഞാൻ കരുതിയത്. ഇനി നിന്നെയും ഞാനിതൊക്കെ ബോധ്യപ്പെടുത്തണോ? ഇത് കേൾക്കുമ്പോ കമല ചിരിക്കും. എല്ലാവർക്കും ചിരിയുണ്ട്. മാഷ് നിൽക്കുന്നോണ്ട് അങ്ങനെ ചിരിക്കുന്നില്ലാന്നേ ഉള്ളൂ. മാഷ് അവിടുന്ന് പോയി കഴിയുമ്പോ അച്ഛമ്മ വേദയുടെ വിക്രത്തെ വിളിക്കാൻ വേണ്ടി പറയണേ. അവനോട് ഞാൻ പറഞ്ഞോളാം, അച്ഛമ്മ വിളിക്കുന്നുണ്ടെന്ന് പറ. വേദ ആന്ന് പറയും. ശേഷം നല്ല വിശപ്പുണ്ട് കമലെ, എന്തെങ്കിലും എടുത്തു വെക്കേ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഫ്രഷ് ആവാൻ പോകും. എല്ലാരും പോയി കഴിഞ്ഞാൽ നന്ദിനി നിന്ന് ആലോചിക്കുന്നത് വേദ കാണാണേ. വേദ അടുത്ത് നിന്നിട്ട് അച്ഛമ്മയുടെ ഈ നീക്കം എന്തിനാണെന്ന് മനസ്സിലായോ? നിന്നെ അവനെയും സീതാദേവിയും ശ്രീരാമനെ ആക്കി മാറ്റാനായിരിക്കും. വേദാറിയും അല്ല, അതിനാ ബുദ്ധി വേണമെന്ന് പറയുന്നത്. ശേഷം മുത്തശ്ശി മാഷടുത്തേക്കാണ് കേട്ടോ ചെന്നിരിക്കുന്നത്. മാഷിക്കിപ്പോഴും ഇതൊരു അന്ധവിശ്വാസമായിട്ട് തോന്നുമ്പോ അച്ഛമ്മ അതല്ലെന്നുള്ള കാര്യം വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കാണ്. ഒന്നെങ്കിലും നീ ഒരു മാഷല്ലേ, ചില കാര്യങ്ങൾക്ക് നമ്മുടെ ഭഗവാന്റെ ഭാഗത്തുള്ള കാര്യങ്ങളും ചെയ്തേ തീരൂ. നീ പ്രാക്ടിക്കലായി ചിന്തിക്കുക. അച്ഛമ്മ പറയുന്ന കേൾക്കുമ്പോൾ മാഷി പറയും പക്ഷേ അവളുടെ വീട്ടിലെ ആണുങ്ങളാരും ഈ വിവാഹം അംഗീകരിച്ചിട്ടില്ലല്ലോ. ഈ ആണുങ്ങൾക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കാനുള്ള കഴിവില്ല എന്നല്ല, അറിയില്ല. പെണ്ണുങ്ങളെക്കാളും സാമാന്യ ബോധവും അവർക്ക് കമ്മിയാണ്. അവരെ നയിക്കുന്നത് വാശിയും അധികാരമൊക്കെയാ. ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് അറിയോ? ഒരു കുഞ്ഞുണ്ടായി അതിനെ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഈ ഒരു സമയമുണ്ടല്ലോ, അത് ആണുങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. വെട്ടിപ്പിടിക്കണം, അധികാരം സ്ഥാപിക്കണം എന്ന് മാത്രമേ ഭൂരിപക്ഷം ആണുങ്ങൾക്ക് തോന്നൂ. അല്ലാതെ തോന്നിയ അപൂർവ ആണുങ്ങൾ ഉണ്ടാകും. ലോകത്തെ സ്നേഹിക്കണം എന്നുള്ള അങ്ങനെയുള്ള ആണുങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു സ്ത്രീയുടെ മനസ്സുണ്ടാവും സുധാകര. ദേശീയമായാലും ബുദ്ധനായാലും ഗുരു ആയാലും ഗാന്ധി ആയാലും എന്നെ കാണിക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇതിന് നെക്സ്റ്റ് വീക്ക് പ്രൊമോ കൂടെ വന്നിട്ടുണ്ട്. വിക്രത്തെ അച്ഛമ്മ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. ശേഷം ഇവരെല്ലാവരും അവിടുന്ന് അടുത്ത ദിവസം അത് പൂജിക്കാണ്. വിക്രത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അച്ഛമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ വേദയുടെ കൂടെ വന്ന് നിന്ന് ആ പൂജയിൽ പങ്കെടുക്കുക. ആ പൂജയ്ക്ക് ചെയ്യുമ്പോ ആ കുഞ്ഞു വിളക്കിലെ വേദയുടെ കൈ പിടിക്കാൻ പറയുമ്പോ വിക്രം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും പരസ്പരം കണ്ണിലേക്ക് നോക്കുക. ഒരു ചെറിയ പ്രണയം അവരറിയാതെ അവിടെ ഉടലെടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രം അതുപോലെ അച്ഛമ്മയും മുത്തശ്ശിയും മാഷും നന്ദിനിയും എല്ലാവരെയും കൂട്ടാനായിട്ടാണ് അവിടുന്ന് വേദയുടെ അച്ഛമ്മയും അതുപോലെ അമ്മയും വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാരും കൂടെ അങ്ങോട്ട് പോകും. അവിടെ നിന്ന് ശ്രീകാന്തിനെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ, അതായത് വിക്രത്തിന്റെ കാലില് വെള്ളമൊക്കെ ഒഴിഞ്ഞ് അകത്ത് കയറ്റുന്നത്. അവിടെയും ഇവരിത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. രണ്ടുപേരുടെ മുഖത്ത് നല്ല സന്തോഷം. പിന്നീട് കാണിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്